നമസ്കാരം. ഇതൊരു ചക്കക്കുരുവിൻ്റെ വാർത്തയാണ്. പൊട്ടിത്തെറിച്ചാൽ ചക്കക്കുരുവും പ്രശ്നം തന്നെയാണ്. ഇത് മാതൃഭൂമിയിൽ അച്ചടിച്ചു വന്ന ദുബായിൽ നിന്നുള്ള വാർത്തയായിരുന്നു. 2005 ഓഗസ്റ്റ് 3-നായിരുന്നു വാർത്ത വന്നത്. ഗൾഫിൽ ചക്കക്കുരു വില 2300 രൂപ, കശുവണ്ടിക്ക് 1645 രൂപ എന്നായിരുന്നു തലക്കെട്ട്. വാർത്ത ഇങ്ങനെ വായിക്കാം: കേരളത്തിൽ വലിയ താല്പര്യമില്ലെങ്കിലും ചക്കക്കുരുവിന് ഗൾഫ് നാടുകളിൽ വലിയ വിലയാണ്. ആവശ്യക്കാർ മലയാളികളല്ല എന്നു മാത്രം. UAE-യിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളിൽ അണ്ടിപ്പരിപ്പിനും പിസ്തയ്ക്കും ബദാമിനും ഒക്കെ തോളോട് തോൾ ചേർന്നാണ് ചക്കക്കുരുവിൻ്റെയും നിൽപ്പ്. വിലയും വലിയ തോതിൽ തന്നെ. ബ്രസീലിൽ നിന്നാണ് ഇതിൻ്റെ വരവ് അത്രയും. ഇന്ത്യൻ രൂപയിൽ വില 2300 മുതൽ 2500 വരെ വരും. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പ്രധാനമായും ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാർ പറയുന്നു. എല്ലാ വിഭാഗം രാജ്യക്കാരുമുള്ള UAE-യിലാണ് ചക്കക്കുരുവിന് ഏറെയും ആവശ്യക്കാർ. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റുകളിലെ ഉണങ്ങിയ പഴങ്ങൾ എന്നുവെച്ചാൽ ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന വിഭാഗത്തിൽ നിരത്തിയിരിക്കുന്ന ബ്രസീലിയൻ ചക്കക്കുരുവിന് ഈ ആഴ്ചത്തെ വില കിലോയ്ക്ക് 149 ദിർഹമാണ്. കേരളത്തിൽ ചക്കയുള്ളവരും ഇല്ലാത്തവരും എപ്പോഴും ചക്കയിട്ടാൽ മുയല് ചാവില്ല എന്ന് കരുതിയവരുമൊക്കെ ചക്ക വലുപ്പത്തിൽ സ്വപ്നം കണ്ട് ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ആ തിരുത്ത് ചക്ക പോലെ സ്വപ്നത്തിൽ വന്ന് പതിച്ചത്. എപ്പോൾ ചക്കക്കുരു ഇട്ടാലും വായനക്കാർ വീഴില്ല എന്ന് മാതൃഭൂമിക്കും മനസ്സിലായി. ചക്കക്കുരു വാർത്ത വന്നതിൻ്റെ പിറ്റേന്ന് മാതൃഭൂമിയിൽ ഇങ്ങനെ ഒരു തിരുത്ത് വന്നു. വേലിക്കെട്ട് വാർത്തയായിട്ടാണ് വന്നത്. തലക്കെട്ട് ഇങ്ങനെ: അത് ബ്രസീൽ നട്ട്. ശരിക്കു പറഞ്ഞാൽ തിരുത്തായിട്ടല്ല, ദുബായിൽ നിന്നുള്ള വാർത്തയായിട്ടാണ് ആ തിരുത്ത് വന്നത്. അവസാനം ഖേദിച്ചിട്ടുണ്ട് എന്നു മാത്രം. ഗൾഫിൽ ചക്കക്കുരുവിന് വില 2300 രൂപ, കശുവണ്ടിക്ക് 1645 രൂപ എന്ന തലക്കെട്ടിൽ തിങ്കളാഴ്ച മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പരാമർശിച്ചത് ബ്രസീൽ നട്ട് എന്ന പേരിലുള്ള ഭക്ഷ്യയോഗ്യമായ കുരുവാണ്. ബ്രസീലിൽ ഏറെ വിലപിടിപ്പുള്ളതാണ് ഈ പഴം. പഴത്തിനുള്ളിലെ കുരുവാണ് ബ്രസീൽ നട്ട്. കാഴ്ചയിൽ ചക്കക്കുരു പോലെ തോന്നിക്കുന്നതാണ് ഇത്. തെറ്റുപറ്റിയിൽ ഖേദിക്കുന്നു. ലേഖകനാണോ പത്രാധിപരാണോ ഖേദിച്ചത് എന്ന് തിരുത്തിൽ വ്യക്തമല്ല. ചിലപ്പോൾ രണ്ടുപേരും ഖേദിച്ചു കാണും. ഇന്ദിരയ്ക്ക് മുന്നിൽ അനുസരണയുള്ള കുട്ടിയായി നെഹ്റു. അടുത്ത കഥ അതാണ്. കാത്തിരിക്കുക.